വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് മൂഴിക്കലിൽ പെൺകുട്ടിയെ കൊന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നെന്ന പോലീസ്. പ്രതി അദ്നാൻ ആത്മഹത്യ ചെയ്ത ശേഷം ഫോണുകൾ കിണറ്റിൽ എത്തിയത് എങ്ങനെയെന്ന് കണ്ടെത്താൻ ബന്ധുക്കളെ ചോദ്യം ചെയ്യും. അസ്ലം ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അസ്ലം, അതായത് തുടക്കം മുതൽക്കേ നമുക്ക് ഒരു ദുരൂഹത നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ദുരൂഹതയുടെ ഒരു നിഴലിൽ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം. പക്ഷേ അതിനിടയ്ക്കാണ് ഇപ്പോൾ 3 ഫോണുകൾ കണ്ടെത്തുന്നു. അതിൽ 2 ഫോണുകൾ കിണറ്റിൽ നിന്ന്, മറ്റൊരു ഫോൺ ഈ അദ്നാൻ മരിച്ചു കിടന്ന ആ മുറിയിൽ നിന്നാണ്. അതുതന്നെയാണ് പോലീസിനെ കൂടുതൽ സംശയത്തിലേക്ക് എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ബന്ധുക്കളടക്കം ചോദ്യമുനയിലേക്ക് വരും എന്ന് തന്നെയാണല്ലേ? ഈ കൊലപാതകം സംബന്ധിച്ച് കൊലപാതകവും അയാളുടെ യുവാവിന്റെ മരണവും 16 വയസ്സുകാരിയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തി ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നതാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ എന്തുകൊണ്ട് ഈ 2 ഫോണുകൾ കിണറ്റിൽ വന്നു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചോളം കുറച്ചുകൂടി അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ബന്ധുക്കൾ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പോലീസ് ഇതുവരെ ലഭിക്കുന്ന, അല്ലെങ്കിൽ ബന്ധുക്കളുടെ മൊഴിയിൽ നിന്നും അതോടൊപ്പം തന്നെ പോലീസിന് സംഭവ സ്ഥലത്തു നിന്നുള്ള ശാസ്ത്രീയ വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ കുഴി അദ്നാൻ എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുമെല്ലാം ബന്ധുക്കൾ തന്നെയായിരുന്നു. അവർ ഇയാളുടെ ഈ ചെക്കൻ്റെ ചെറിയ സ്വഭാവദോഷം മൂലം ഈ നസ്രീനയുടെ വീട്ടിൽ നിന്നും ഇയാളെ പുറത്താക്കുകയും അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു ഈ കുട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഇവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കുടുംബത്തിൽ അറിയിച്ചു കൊടുത്തത്. അതിൻ്റെ വൈരാഗ്യം മൂലം ഇയാളെ ഈ പെൺകുട്ടിയെ ഒന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. അതിനുശേഷം ഇയാൾ പിന്നെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതുവരെയുള്ള കാര്യം അങ്ങനെയാണ്. അതേസമയം ഇതിനിടയ്ക്ക് 2 ഫോണുകൾ കിണറ്റിൽ നിന്ന് ലഭിച്ചു. അതായത് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തതിനിടയിൽ ഇയാൾ തന്നെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കാനുള്ള സാധ്യതയില്ല. അതേസമയം ബന്ധുക്കൾ കിണറ്റിലിട്ടേക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ അവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തി എന്നുള്ളതാണ് പോലീസ് മുന്നിൽ ഇപ്പോൾ ഉള്ള ചോദ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ബന്ധുക്കളെ ചോദ്യം ചെയ്യാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസിനകത്ത് അല്ലെങ്കിൽ അവിടെ ബന്ധുക്കളിൽ നിന്നും പോലീസ് ലഭിക്കുന്ന വിവരം പോലീസ് പൂർണ്ണമായും അതിൽ വിശ്വസിച്ചില്ല. അതായത് ഈ അദ്നാൻ എന്ന് പറയുന്ന ആൾ പല തരത്തിലുള്ള പിന്നെ വീഡിയോസും മറ്റുമൊക്കെ അതിൽ എടുത്തിരുന്നു. അതൊക്കെ ഒരു പക്ഷേ തെറ്റായി ഉപയോഗിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അത് ബന്ധുക്കൾ തന്നെ കളഞ്ഞതാകാമെന്ന് ചില ബന്ധുക്കൾ മറ്റുമൊക്കെ പറയുന്നുണ്ട്. അത് കൃത്യമായി തന്നെ പോലീസ് പൂർണ്ണമായി മുഖവിലേക്ക് എടുത്തിട്ടില്ല. അത് എന്തുകൊണ്ട് ഈ മൊബൈൽ ഫോണുകൾ കളഞ്ഞു, അല്ലെങ്കിൽ ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ, എന്തുകൊണ്ട് അങ്ങനെ കളഞ്ഞു, ആ ഒരു ഉത്തരം കൂടെ കിട്ടിയപ്പോൾ മാത്രമേ ഇതിൽ മറ്റു ദുരൂഹതകളില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതായത് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ട് ഇയാൾ മരിച്ചു തന്നെയാണ് എന്ന ഒരു കാര്യമെങ്കിലും കേസ് ക്ലോസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വ്യക്തമായ ഉദാഹരണങ്ങൾ എല്ലാം വളരെ നാടിന് നടുക്കിയ, കുടുംബത്തിൽ തന്നെ ആകെ ഒരു സംഘർഷത്തിലാക്കിയ ഒരു സംഭവത്തിൽ കുറച്ചുകൂടി വ്യക്തത ലഭിക്കണം പോലീസ് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ പറയാൻ കഴിയുന്നത്. എന്തായാലും കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു മൊബൈലുകൾ ഒക്കെ പോയി വ്യക്തമാണ്. അസ്ലം, എന്തായാലും ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്യാൻ നീങ്ങുകയാണ് പോലീസ്.